ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അനാമിക നയനയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കാനായിട്ട് ചെന്നതാണേ. അതുകൊണ്ട് തന്നെ നയന അനാമികയോട് പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തുള്ള പരിചയമൊന്നുമില്ല, അതുള്ളത് ആർക്കാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ഇങ്ങനെ പുറത്ത് ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നത് മാത്രമല്ല, വേറെ പലതും ചെയ്യാൻ നിനക്കറിയാം എന്നൊക്കെ എനിക്കറിയാം. അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്, അതായിരിക്കും നിനക്ക് നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം അനിയാണ്. ഇവിടെ ഞാൻ എന്നൊരു വ്യക്തി ഉണ്ടെന്ന് പോലും നോക്കാതെയാണ് അവൻ നിൻ്റെ അനിയത്തിയുടെ ഇങ്ങനെ പുറകെ നടക്കുന്നത്. അവളും അതിനൊരു കാരണക്കാരിയാണ്. അപ്പോൾ പിന്നെ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാനങ്ങ് ജീവിക്കും. പിന്നെ നിൻ്റെ ഭർത്താവ് എന്താ ചെയ്തതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങയുടെ കൊച്ചാണ് ഇത് എന്ന് അറിഞ്ഞിട്ടും അതിനെ സ്നേഹിക്കുന്ന നിന്നെ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ചന്തുമോളെ എനിക്ക് ജീവനാണ്, ഞാൻ ഈ മോളെ വിട്ടുകളയൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ ആദർശേട്ടന് ഒരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ ഞാൻ അതിനെ സ്നേഹിക്കും. എനിക്കെൻ്റെ ഭർത്താവിനെ ഭയങ്കര വിശ്വാസമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ആദർശേട്ടനെ വിട്ടിട്ട് ഞാൻ പോകില്ല. അങ്ങനെയാണ് നീ ചെയ്യേണ്ടത്. പക്ഷെ നീ ആ ഒരു ടൈപ്പ് അല്ലല്ലോ, നീ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ഇവരിങ്ങനെ വഴക്കുണ്ടാക്കുന്ന കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ദേവയാനി വരുവേ. നേരെ ദേവയാനി ചോദിക്കും, എന്താ മോളെ ഇത്, എന്താ ഈ ഇവിടെ ഒരു ശബ്ദം കേൾക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അന്നേരം നയന പറയും, അല്ലമ്മേ, ഇവളിവിടെ വന്ന് നിന്നിട്ട് പറയുവാണ് ഞാൻ മോൾക്ക് വിഷം കൊടുക്കുന്നതെന്ന്. അത് മോളുടെ മുൻപേ വെച്ച് പറയുക എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇവൾ ചെയ്യില്ല എന്നിങ്ങനെ ദേവേനി പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഓ വല്യമ്മ ഇവളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയെന്ന്. നേരെ ദേവേനി പറയും, ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല, ഇവളെ കുറച്ച് കാലമായിട്ട് ഞാൻ കാണുന്നതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരാളെ കൊല്ലാനുള്ള മനസ്സൊന്നും ഇവൾക്കില്ല എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഇവളെ സപ്പോർട്ട് ചെയ്യാതെ വലിയമ്മ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. വല്യമ്മയ്ക്ക് കരൾ തന്നൊരു പെൺകുട്ടിയില്ല, ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ ഈ വീട്ടിൽ താമസിപ്പിക്കണം. ഇവളെ അടിച്ച് പുറത്താക്കിയിട്ട് അതിനെ വല്യമ്മയുടെ മരുമോളാക്കണം. അതിന് മനുഷ്യനെ ഇങ്ങനെ സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും ഒക്കെ കഴിവുള്ളൊരു പെൺകുട്ടിയല്ലേ അതാ ചെയ്യുന്നത്. അല്ലാതെ ഇവളെപ്പോലുള്ളവളെ ഇങ്ങനെ ആദർശേട്ടനോടൊപ്പം ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ ഇനിയും തെറ്റ് ചെയ്യും. കാരണം ആദർശേട്ടനെ തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങി പോവാട്ടോ. അന്നേരം ദേവയാനി ആണെങ്കിൽ നയനയോട് ഇങ്ങനെ പറയുക, അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കണമെന്നും അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നും, അങ്ങനെ ഒരുത്തി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എന്ന് ദേവയാനി പറയുമ്പോഴേക്കും, ഓ അമ്മ ഇനി ഇങ്ങനെ ഒന്നും ചെയ്തേക്കരുത് കേട്ടോ, ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അമ്മ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്, അത് അവൾക്ക് സംശയം ഉണ്ടാക്കും, അവരിങ്ങനെ സംശയം ഉണ്ടാക്കും എന്നിങ്ങനെ നയന പറയുക. അതുപോലെ തന്നെ അനാമിക ഇതേ അഭിപ്രായം അപ്പുറത്ത് പോയി പറയുന്നുണ്ട് കേട്ടോ, ജാനകിയോടും ജലജയോടും. അവരോടിങ്ങനെ പറയുവാണ്, ഈ പറയുന്ന വലിയമ്മയ്ക്കാണെങ്കിൽ ഇപ്പം നയനയോടാണെങ്കിൽ ഭയങ്കര ദേഷ്യവും ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും പല സമയത്തും നയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അതെ സംശയം എനിക്കുണ്ട്, ഞാനും നിന്നോട് പലതവണ പറഞ്ഞതല്ലേ ജലജെ എന്നിങ്ങനെ. നേരം അനാമിക പറയാണ്, പണ്ടൊരു ഫംഗ്ഷൻ ഇല്ലായിരുന്നോ, അവൾക്കൊരു അവാർഡ് കിട്ടിയ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ അവൾ പോകുന്നില്ല, വല്യമ്മയും കൂടെ ചെന്നാലേ അവൾ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ വല്യമ്മ അത് സാധിച്ചു കൊടുത്തു. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് വല്യമ്മയ്ക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത്. അടുക്കളയിലെ വേലക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് എല്ലാവർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യും, അതും അവളുടെ ഇഷ്ടത്തിനുള്ള ആഹാരങ്ങളാണ് എല്ലാ ദിവസവും വല്യമ്മ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ജലജ ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന്. അന്നേരം ജാനകി പറയും, അങ്ങനെയൊക്കെ ഉണ്ട്, ഞാനല്ലേ അടുക്കളയിൽ ഏട്ടത്തിയെ സഹായിക്കാൻ നിൽക്കുന്നത്, അന്നേരം ഞാൻ കാണുന്നതല്ലേ ഈ സംശയം ഞാനാണ് മോളോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, നയന ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശിന് ഭയങ്കര സങ്കടമാകും, അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഏട്ടത്തി ഇതൊക്കെ ചിലപ്പം ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ, അതൊന്നുമല്ല, അവർ തമ്മിൽ നേരത്തെ ഉള്ളതുപോലുള്ള യാതൊരു ദേഷ്യവും ഒന്നും ഇപ്പോൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അന്നേരം ജലജ, ഓഹോ അങ്ങനെയാണോ, അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ മോളെ എന്നിങ്ങനെ പറയുവാണ് ജലജ. എന്നിട്ട് അവിടുന്ന് പോരുകയാണേ. അപ്പോൾ ജലജ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ജാനകിക്ക് അങ്ങ് ദേഷ്യം വരും അനാമികയോട്. എന്നിട്ട് പറയാണ്, അമ്മായിമ്മയും മരുമോളും കൂടി ഒന്നിക്കാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് മോളെ. എന്നിട്ട് ഇങ്ങനെ കലിപ്പിൽ നിൽക്കുവാണ് അനാമിക. ഇതൊക്കെ പറഞ്ഞിട്ട് ജലജ നേരെ പോകുന്നത് അടുക്കളയുടെ ഭാഗത്തോട്ടാണ്. ഈ സമയം നയനയും ദേവേനയും കൂടി ഇങ്ങനെ സംസാരിക്കുമായിരുന്നേ. നയന സംസാരിക്കുന്നത് അനാമികയെക്കുറിച്ച് തന്നെയാണ്. അനാമിക ഇങ്ങനെ നടന്നാൽ ശരിയാകില്ല, അത് അവർ തമ്മിൽ ഇങ്ങനെ കൂടുതൽ ആലാനേ ഇടവരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, അനാമിക അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവനും കൂടിയാണ്. ആ പെൺകൊച്ചി വീട്ടിലുണ്ടെന്ന ഒന്നും അവനൊരു ചിന്തയില്ല, അതുപോലും അവൻ്റെ മനസ്സിലില്ല, പിന്നെ എങ്ങനെയാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം നയന പറയും, അതിന് അവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല,
അനാമികയുടെ കയ്യിലും തെറ്റുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയാ, അതൊക്കെ ഞാനും കണ്ടതായിരുന്നു, അവളുടെ കുറേ ഫോട്ടോസൊക്കെ ഞാനും കണ്ടായിരുന്നു, എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അതിനെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് പുറത്ത് വന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ ജലജ. അന്നേരമാണ് മുത്തശ്ശി അങ്ങോട്ട് വന്നത്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കും, നീ എന്തിനാണ് ഇവിടെ ഒളിഞ്ഞു നിന്ന് ഈ ഇവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നത്, ഈ സ്വഭാവം നല്ലതാണോ ജലജ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ ഒളിഞ്ഞു നിന്നൊന്നുമല്ല, ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറയും. അന്നേരം മുത്തശ്ശി ചോദിക്കും, അങ്ങനെ വരുവാണെങ്കിൽ നിനക്ക് നേരെ ഇങ്ങ് അടുക്കളയിലേക്ക് കയറി ചെന്നാൽ പോരെ, ഇവിടെ എന്തിനാ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അന്നേരം ഇത് കേട്ടിട്ട് അകത്ത് നിന്ന് ദേവേനി നയനെ ഇറങ്ങി വരുവേ. അന്നേരം ഇവളിവിടെ ഒളിച്ചു എന്ന് കേൾക്കുമായിരുന്നോ, ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാൻ അനിയെപ്പറ്റിയാണ് പറഞ്ഞത്, അവനിങ്ങനെ നടന്നാൽ ശരിയാകില്ല, അതുകൊണ്ട് അവനെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ ഞാൻ നയനയോട് ഇങ്ങനെ പറയായിരുന്നു, ഇതിൽ കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുക കേട്ടോ. അന്നേരം ജലജ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ അതൊന്നും കേൾക്കാൻ വേണ്ടി അല്ല ഇങ്ങോട്ട് വന്നത് ഏട്ടത്തി, എന്തെങ്കിലും സഹായിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നേ, കണ്ടറിഞ്ഞ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, ഏതായാലും ഇപ്പോൾ അടുക്കളയിൽ ഇനി പണിയൊന്നുമില്ല, അടുക്കളയിലെ പണിയെല്ലാം തീർന്നതാണ് എന്ന് പറയുമ്പോൾ, ആയിക്കോട്ടെ എങ്കിൽ നാളെ ഞാൻ ഏട്ടത്തി അടുക്കളയിൽ കയറി സഹായിക്കാൻ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് ഇങ്ങനെ മുങ്ങുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അനാമികയ്ക്ക് സംശയം തോന്നി കാണുമെന്ന്, അവൾ എന്തെങ്കിലും പോയി പറഞ്ഞു കാണും, അത് നോക്കാൻ വേണ്ടിയായിരിക്കും അപ്പച്ചി ഇവിടെ വന്ന് നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നത് എന്തോ വലിയൊരു അപരാധമായിട്ടാണ് അവൾമാരൊക്കെ ഇങ്ങനെ കരുതിയേക്കുന്നത്, അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അന്നേരം നയന പറയും, അമ്മ ഇനി എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം വരും, അവരിനി ഇതിൻ്റെ പുറകെ അന്വേഷിച്ചിറങ്ങും എന്നൊക്കെ ഇങ്ങനെ നയന ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് കയറി പോകുന്ന ജലജ നേരെ നവിയുടെ റൂമിലേക്കാണേ. എന്നിട്ട് അന്നേരം നവ്യ ഇങ്ങനെ കുഞ്ഞുവാവെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്നേരം നവ്യയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടി നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിൻ്റെ അനിയത്തിയും അവളുടെ അമ്മായിമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയോ, അതിനെപ്പറ്റി നിനക്ക് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല എന്നിങ്ങനെ പറയും. അന്നേരം അങ്ങനെയല്ലല്ലോ എനിക്ക് തോന്നിയത്, അവരുടെ പെരുമാറ്റം കണ്ടിട്ട് നേരത്തെ ദേഷ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല, പിന്നെ പണ്ടത്തെ ദേഷ്യം രണ്ടുപേർക്കും പരസ്പരം ഇല്ല എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, ആയിക്കോട്ടെ അതെന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം, പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, നീ തൊട്ടിക്കിടത്തി ആട്ടുന്ന നിൻ്റെ കുഞ്ഞുണ്ടല്ലോ, ഇതിനേക്കാൾ പ്രാധാന്യം ആ വലിഞ്ഞു കയറി വന്ന അവൾക്കാണ് ഇവിടെ കാണുന്നത്, അത് ഞാൻ അത്ര ശരിയാകുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ ചോദിക്കുന്നു, അതിനിപ്പോൾ എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അന്നേരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണം, ഇതിൻ്റെ പേരിൽ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള കലഹം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ നീ ഇങ്ങനെ ഈ കൊച്ചിനെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകുമ്പോൾ ആകെ ഒരു വിഷമമാകുന്നുണ്ട് നവിക്ക്. അതിനിടയ്ക്കാണെങ്കിൽ ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ, ആ ഒരു തിരിച്ചു വ്യത്യാസം അവർക്ക് എന്നോടുണ്ട്, അതിൻ്റെ മകനോടും ഉണ്ട്, അതുകൊണ്ട് അതുപോലെയൊക്കെ തന്നെയായിരിക്കും നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അവരുടെ കൊച്ചുമോനാണ് ആദർശ്, അതുകൊണ്ടാണ് അവൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനോ ഒന്ന് ഉപദേശിക്കാനോ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാനോ ഒന്നും അവരിങ്ങനെ മുതിരാത്തത്. ഇതേ തെറ്റ് ചെയ്തത് അബിയായിരുന്നെങ്കിൽ അബിയുടെ അവസ്ഥ അറിയാലോ, ഇത്രയും വലിയ തെറ്റൊന്നും ചെയ്യേണ്ട, അവൻ നേരാവണ്ണം ഒരു പെൺകൊച്ചിനെ ഒന്ന് നോക്കിയെന്ന് അറിഞ്ഞാൽ മതി, അന്നേരം അത് വലിയ പ്രശ്നമാക്കി ഇവിടെ ഉള്ളവർ അത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ഒന്ന് ഓർത്തു വെച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ടാണ് പോകുന്നത്. ഈ സമയം എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ദേവയാനിയും നയനയും. അങ്ങോട്ടേക്ക് ചെല്ലുവാണ് കേട്ടോ നവ്യ. എന്നിട്ട് രണ്ടുപേരോടുമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെ സംശയമുണ്ട് എൻ്റെ അമ്മായിയമ്മയ്ക്ക്, അവർ അതിനെപ്പറ്റി എന്നോടിങ്ങനെ വന്ന് ചോദിക്കുകയും ചെയ്തു, ഞാൻ വീട്ടൊന്നും പറഞ്ഞിട്ടില്ല, അതിന് കാരണം ഈ സത്യങ്ങളൊന്നും ആരും അറിയണ്ട എന്ന് നിങ്ങൾ പറഞ്ഞതാണ്, പക്ഷേ അത് മറച്ചു വെക്കണോ വേണ്ടയോ എന്ന് ഞാൻ 2 തവണ ഒന്ന് ആലോചിച്ചായിരുന്നു, കാരണം ഇവിടെയുള്ള ചിലരുടെ പ്രവർത്തി കാണുമ്പോൾ അതൊന്നും മറച്ചു വെക്കാൻ എനിക്ക് തോന്നുന്നില്ല, എല്ലാം തുറന്നു പറയാനാണ് എനിക്ക് തോന്നിയത്, പിന്നെ ഞാൻ ക്ഷമിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അത് മറച്ചു വെച്ചു എന്ന് കരുതി ചേച്ചിക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ എന്ന്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പ്രസവത്തിന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മായിമ്മയുടെയും ഭർത്താവിൻ്റെയും സ്വഭാവം ശരിയല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എൻ്റെ അമ്മായിമ്മയുടെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല, എങ്കിൽ അബി അവൻ്റെ സ്വഭാവം നന്നായിട്ട് മാറിയെന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട്, എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുത്തിനെ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് അവനിൽ നിന്ന് തന്നെയാണ് മറച്ചു വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ, അതെന്തിനാ വല്യമ്മ അങ്ങനെ പറഞ്ഞത്,
ഏതായാലും വല്യമ്മയുടെ മോനേക്കാൾ മുകളിൽ തന്നെയാണ് അബിയും. അത് വല്യമ്മ മറന്നു പോകണ്ട എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞെന്നേ ഉള്ളൂ, അതിന് എല്ലാവരും അറിയണോ ഒളിച്ചു വെക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ നയന ദേവയാനിയോട് പറയുന്നുണ്ട്, ഇനി അമ്മ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നോട് തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും വരണ്ട കേട്ടോ, നമുക്കൊന്ന് സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങാം, അല്ലെങ്കിൽ ശരിയാകില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശം നയനയാണ്. രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അനാമികയോ ഇളയമ്മയോ അപ്പച്ചിയോ ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ അവരെന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അന്നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശ് പറയും, അവരങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് സത്യാവസ്ഥ ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ടല്ലേ. ഏതായാലും അഭിയാണ് ഇതെല്ലാം ചെയ്തത്, എന്നിട്ട് അവനിതെല്ലാം മാറി നിന്ന് ആസ്വദിക്കുവാണ്. ഇപ്പോൾ തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്, ജ്വല്ലറിയിൽ ഒരു സ്വർണ്ണമോഷണം, ഒരു സ്വർണ്ണ തിരിമറി നടത്തിയ ഒരു സംഭവം ഉണ്ടായില്ലേ, അത് അവൻ്റെ അറിവോടെ ആണോ എന്ന്. അങ്ങനെയുള്ള അവൻ്റെ കയ്യിലേക്കാണ് ഒരു ബ്രാഞ്ച് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്നത് റിസ്ക് അല്ലേ എന്ന്. അന്നേരം ആദർശ് പറയും, അവൻ അങ്ങനെ ഒരു ഓഫർ കൊടുത്തതാണല്ലോ, ഇനി അത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നവ്യ അടക്കം എല്ലാവർക്കും സംശയം തോന്നും, അതുകൊണ്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, ഏതായാലും രാവിലെ അമ്മ അമ്പലത്തിൽ പോകുന്നുണ്ട്, അതിൻ്റെ പുറകെ കുറച്ച് കഴിയുമ്പോൾ എനിക്കും പോകണം. ഈ വീട്ടിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരാൻ വേണ്ടി ഈശ്വരനുമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം, അതേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആദർശനെ ഇങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നയന. അപ്പോൾ നയന ഇങ്ങനെ ആശ്വസിച്ചുകൊണ്ട് ആദർശം അടുത്തിരിപ്പുണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ എന്തൊക്കെയാവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.